നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ എന്തായിരുന്നു പറഞ്ഞ ഒരു ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റിൽ റിലേറ്റീവ് മാക്സിമം ആണോ റിലേറ്റീവ് മിനിമം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ പറയുകയാണ്, ഒരു ഇൻ്റർവെല്ലിൽ എ ബി എടുത്തു, എക്സ് നോട്ട് എന്ന് പറയുന്നത് ഞാൻ ക്രിട്ടിക്കൽ പോയിന്റ് എടുത്തു. എക്സ് നോട്ടിൽ റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റ് നിന്ന് ഫംഗ്ഷന് എന്തായിരിക്കണം, എഫ് ഡാഷ് ഗ്രേറ്റർ ദാൻ സീറോയും റൈറ്റിൽ എഫ് ഡാഷ് ലെസ് ദാൻ സീറോയും ആണെങ്കിൽ ഫ്രം ദി ലെഫ്റ്റിൽ ഗ്രേറ്റർ ദാൻ സീറോ റൈറ്റിൽ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫംഗ്ഷന് എക്സ് നോട്ടിൽ നമ്മൾ എന്താ പറയും, റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന് പറയും. ഇനി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് വരാം, റൈറ്റ് സൈഡിൽ നിന്ന് ഫംഗ്ഷൻ ഇൻക്രീസും ചെയ്യുകയാണെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ ഇൻക്രീസും ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതായിരുന്നല്ലോ കണ്ടീഷൻ. ഇനി വേറൊരു ടെസ്റ്റ് ഉണ്ട്, അതാണ് നമ്മളുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ട്വൈസ് ഡിഫറൻഷ്യബിൾ ആണ്. ആ പോയിന്റിനെ നമ്മൾ എക്സ് നോട്ട് എന്ന് വിളിച്ചു. ഓക്കെ, എക്സ് നോട്ട് if f dash of x naught 0 and f double dash of x naught greater than 0 ആണെങ്കിൽ നമ്മൾ പറയും എഫിന് എക്സ് നോട്ടിലൊരു റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0യും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷന് ആ പോയിന്റിൽ റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്ന്. ഇനി രണ്ടും 0 ആണെങ്കിൽ, എഫ് ഡാഷും 0 ആണ് എഫ് ഡബിൾ ഡാഷും 0 ആണ് എക്സ് നോട്ടിലെങ്കിൽ നമ്മൾ പറയും ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. ഇൻകൺക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് ഒന്നെങ്കിൽ അവിടെ എന്തുണ്ടാവാം, ഫംഗ്ഷന് റിലേറ്റീവ് മാക്സിമം ഉണ്ടാവാം, റിലേറ്റീവ് മിനിമം ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ടും ഇല്ലാതെയും ഇരിക്കാം. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 എന്ന് പറഞ്ഞാൽ എക്സ് നോട്ടിൽ നമുക്കൊരു ക്രിട്ടിക്കൽ പോയിൻ്റാണെന്ന് പറയാം അല്ലേ. എക്സ് നോട്ട് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എവിടെയാണ്, ക്രിട്ടിക്കൽ പോയിന്റിലെ ഫംഗ്ഷൻ റിലേറ്റീവ് മാക്സിമം ആണോ മിനിമം ആണോ എന്നാണ്. ഇതിൻ്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൂഫിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0യും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്ത് കാണിക്കണം, റിലേറ്റീവ് മിനിമം ഉണ്ട് അറ്റ് എക്സ് നോട്ടിൽ റിലേറ്റീവ്. അപ്പം നമുക്ക് എന്താ കാണിക്കേണ്ടത്, വി നീഡ് ടു ഷോ ദാറ്റ് എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ടിൽ എന്തുണ്ടെന്ന് കാണിക്കണം, റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് കാണിക്കണം. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫംഗ്ഷന് എഫ് എടുത്തു, എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 തന്നിട്ടുണ്ടല്ലോ എക്സ് നോട്ടിൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, വിച്ച് ഇംപ്ലൈസസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാലോ. ഇതല്ലേ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താണെന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ, 0 ആണെന്ന് നമ്മൾ തിയറത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ അർത്ഥം വിച്ച് ഇംപ്ലൈസസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഈ ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ അതായത് ഈ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. അപ്പോൾ 1 ഈസ് പോസിറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സ് മൈനസ് എക്സ് നോട്ട് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ടുഗെദർ ആണല്ലോ. അങ്ങനെ പറഞ്ഞൂടെ. അതായത് ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവാനുള്ള കണ്ടീഷൻ ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവണം, എൻ്റെ എക്സ് മൈനസ് എക്സ് നോട്ടും ഗ്രേറ്റർ ദാൻ 0 ആവണം. അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ടും ലെസ് ദാൻ 0 ആണ്. ആ കണ്ടീഷനിൽ മാത്രമേ ഈ വാല്യൂ മൊത്തത്തിൽ എങ്ങോട്ട് പോവുള്ളൂ, ഗ്രേറ്റർ ദാൻ 0യിലേക്ക് പോവുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള എന്ത് കിട്ടണം, കണ്ടീഷൻസ് കിട്ടണം. ഈ ഫംഗ്ഷൻ മൊത്തത്തിൽ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കണ്ടീഷൻ. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഈ എക്സ് മൈനസ് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഒന്നെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം. ഒരു ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഇവിടെയാണ് എക്സ് നോട്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് എടുക്കുകയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് നോട്ട് എന്തായിരിക്കണോ ലെസ് ദാൻ 0 ആയിരിക്കും. ഇനി എക്സിൻ്റെ വാല്യൂ റൈറ്റ് നിന്ന് എടുക്കുകയാണെങ്കിലോ എക്സ് മൈനസ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കാരണം എന്താ, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ടിനേക്കാളും ചെറുതാണ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ടിനേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രേറ്റർ ദാൻ 0യും ഇവിടെ എന്തായിരിക്കും ലെസ് ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 0 ആകുമ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താ നോക്കാം. എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 0. ഇഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ ദെൻ f dash of x also should be എന്ത് ലെസ് ദാൻ 0. കാരണം എന്താ, അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആവുള്ളൂ. ഓൾസോ നമുക്കറിയാം അങ്ങനെ എഫ് ഡാഷ് ഓഫ് എക്സും എന്തായിരിക്കണം ലെസ് ദാൻ 0 എന്നെടുത്തു. അതായത് ഫംഗ്ഷൻ്റെ എക്സ് നോട്ടിൻ്റെ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് എക്സ് എന്താണ് ലെസ് ദാൻ 0 ആയിരിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഫ്രം ലെഫ്റ്റ് ലെസ് ദാൻ 0 ആൻഡ് ഇഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്തായാലും മാത്രം greater than 0, f double dash of x not greater than 0 ആവണമെങ്കിൽ if and only if f dash of x greater than 0, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആയാൽ മാത്രമേ ഇയാൾ എന്താവുള്ളൂ ഗ്രേറ്റർ ദാൻ 0 ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് കണ്ടീഷൻസ് കിട്ടി. ഒരു ഇൻ്റർവെല്ലിൻ്റെ എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫങ്ഷന് എന്താ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സ് നോട്ട് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 extending from left from x naught and f dash of x greater than 0 right from x naught ആണല്ലോ. എക്സ് നോട്ടിൻ്റെ ലെഫ്റ്റിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0യും എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ ഗ്രേറ്റർ ദാൻ 0യും ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു ഫങ്ഷൻ എന്തായിരിക്കും ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമുക്ക് എന്ത് പറയാം എക്സ് നോട്ട് എന്താണെന്ന് അറ്റ് എക്സ് നോട്ടിൽ ഫങ്ഷൻ എന്തുണ്ടെന്ന് അറ്റ് എക്സ് നോട്ട് എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് പറയാം അല്ലേ, പറഞ്ഞൂടെ റിലേറ്റീവ് മിനിമം. ഓക്കെ, റിലേറ്റീവ് മിനിമം എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0യും ലെഫ്റ്റിലും റൈറ്റിലും ആണെങ്കിൽ എക്സ് നോട്ടിൽ ഫങ്ഷന് എന്തുണ്ടെന്ന് നമ്മൾ പറയാം റിലേറ്റീവ് മിനിമം ബൈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഇനി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ തിയറം പ്രൂഫായോ, അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സ് നോട്ട് ഈക്വൽ ടു 0യും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വി ഹാവ് എക്സ് നോട്ടിൽ എന്തുണ്ട് റിലേറ്റീവ് മിനിമം. സിമിലർലി നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0യും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് നോട്ടിൽ റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്നും പ്രൂവ് ചെയ്യാം. ഓക്കെ, റിലേറ്റീവ് മാക്സിമം ഉണ്ടെന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സി പാർട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ. സി പാർട്ടിൽ നമുക്ക് ഒരു എക്സാമ്പിളെ നമ്മൾ കാണിക്കുന്നുള്ളൂ. കാരണം എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആൻഡ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്തിന് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആണെങ്കിൽ നമുക്ക് പറയണം എക്സ് നോട്ടിൽ ഒന്നെങ്കിൽ റിലേറ്റീവ് മാക്സിമം ഉണ്ടാവും, അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാവാതെയും ഇരിക്കാമെന്ന്. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 എന്നുള്ള ഫംഗ്ഷന് എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് 4x³ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
12x² ആണ്. ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0ൽ എഫ് ഡാഷ് ഓഫ് എക്സും എഫ് ഡബിൾ ഡാഷും എന്ത് തന്നെയാണ്? 0 ആണ്. രണ്ടും എന്തെന്നാ? 0 ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനൊരു ഗ്രാഫാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² വരാം. ഇതിന് x0ൽ എഫ് ഹാസ് എ റിലേറ്റീവ് മിനിമം അറ്റ് x0ൽ ഇതിന് എന്തുണ്ട്? അറ്റ് 0. x0 ഈക്വൽ ടു 0ൽ ഫംഗ്ഷൻ്റെ റിലേറ്റീവ് മിനിമം ഉണ്ട്. പക്ഷെ നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു x³ എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? 3x². എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് 6x ആണ്. ഇതും ഫംഗ്ഷൻ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. പക്ഷേ ഈ ഫംഗ്ഷൻ എന്തില്ല? റിലേറ്റീവ് മാക്സിമമോ റിലേറ്റീവ് മിനിമമോ ഇല്ല. ഇതിൻ്റെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാ ഇങ്ങനൊരു ഗ്രാഫാണ് വരിക. ഇതിനെന്തില്ല? ഫംഗ്ഷന് റിലേറ്റീവ് മാക്സിമം ഇല്ല, റിലേറ്റീവ് മിനിമം ഇല്ല. ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഇത് ഓൾവേസ് ഇൻക്രീസിങ് ആണ്. ഇതിന് റിലേറ്റീവ് മാക്സിമം ഇല്ല, റിലേറ്റീവ് മിനിമം ഇല്ല. സി പാട്ട് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിർത്താം. ഓക്കെ, ക്ലിയർ ആണോ?